ആ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സൂക്ഷിക്കുന്നത്. എന്നെ പലപ്പോഴും ഞാൻ സാറിന് കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നെങ്കിൽ എന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞാണ് പല രീതികളിലും സാർ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമായിരിക്കും. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് അമൽ സാറ് ഉണ്ടാക്കിയ അന്തരീക്ഷം എൻ്റെ സെറ്റുകളിലും ഉണ്ടാകാൻ ഞാൻ അറിയാതെങ്കിലും അവരും അറിയാതെ അത് എൻ്റെ മനുഷ്യനെയാണ് കൂടുതൽ സ്വാധീനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഞാൻ വർക്ക് ചെയ്ത ആദ്യ സിനിമ കഴിഞ്ഞ് എനിക്ക് പല യാത്രകളും അന്നത്തെ കാലത്ത് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. സംസാരം അറിയില്ലായിരുന്നു. പക്ഷെ എന്നെ വണ്ടി ഓടിക്കാൻ കൂട്ടുമായിരുന്നു. ആ സമയത്ത് പെരുമ്പടക്കാരൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഞാൻ വണ്ടി ഓടിക്കുകയും സാറ് സൈഡിൽ നിന്ന് ഈ സാർ പറഞ്ഞ പോലത്തെ ഒരുപാട് അനുഭവങ്ങൾ അത് പിന്നെ സാറിൻ്റെ വീട്ടിൽ സാർ ജീവിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾ, അതിനുശേഷമുള്ള മലയാള സിനിമയിലെ ചരിത്രത്തിൽ തന്നെ വരൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം നീണ്ട യാത്രകൾക്കിടയിൽ കേട്ടുപോകാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഥാവിഷയം, ഒരു ഐഡിയ എങ്ങനെയാണ് ഇത് തിരക്കഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, അതൊരു സിനിമയായി ഷൂട്ട് ചെയ്യുന്നത്, അതിന് തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ വളരെ അടുത്ത് എൻ്റെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അനുഭവിക്കാനുള്ള പെരുമഴക്കാരൻ പിയർ സാറിനെ വിളിച്ച് പറയുന്നത് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ബീജം തന്നെ, ആ ഒരു ഐഡിയ തന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം, മനുഷ്യ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് സാറിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്.